ചേർത്തല താലൂക്ക് എൻഎസ്എസ് യൂണിയന്റെ നേതൃത്വത്തിൽ സ്ത്രീ ശാക്തീകരണം തുടർ നടപടി യോഗം ചേർന്നു. ചേർത്തല താലൂക്ക് എൻഎസ്എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ താലൂക്കിലെ സ്വയം സഹായ സംഘങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ത്രീ ശാക്തീകരണം തുടർ നടപടി യോഗം ചേർത്തല എൻഎസ്എസ് താലൂക്ക് യൂണിയൻ ഹാളിൽ കൂടി. MSSS പ്രസിഡന്റ് CB മോഹനൻ നായരുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം NSS ഡയറക്ടർ ബോർഡ് അംഗവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംഘപ്രവർത്തനങ്ങളും മറ്റ് അനുബന്ധ കാര്യങ്ങളും സംബന്ധിച്ച് സെക്രട്ടറി B ഗോപാലകൃഷ്ണൻ നായർ വിശദീകരിച്ചു. വിവിധങ്ങളായ ഇൻഷുറൻസ് പദ്ധതികളെക്കുറിച്ച് ചേർത്തല താലൂക്ക് FLC സുരേഷ് സംസാരിച്ചു. ബാങ്ക് ഇടപാടുകളും സുതാര്യത സംബന്ധിച്ച ധനലക്ഷ്മി ചേർത്തല ബ്രാഞ്ച് മാനേജർ C ജയപ്രസാദ് വിശദീകരിച്ചു. താലൂക്ക് യൂണിയൻ നടത്തിവരുന്ന NSS മാരേജ് ബ്യൂറോയുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടപടികളുടെ ഉദ്ഘാടനവും യോഗത്തിൽ നടത്തുകയുണ്ടായി. തേയില വിപണനത്തിന്റെ സാധ്യതകളെയും വരുമാന മാർഗങ്ങളെയും കുറിച്ച് ലിനു മുരളി കൊല്ലം സംസാരിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് S മുരളീകൃഷ്ണൻ സ്വാഗതവും ഇൻസ്പെക്ടർ നിഖിൽ വേണു നന്ദിയും പറഞ്ഞു. വനിതാ യൂണിയൻ സെക്രട്ടറി ജയലക്ഷ്മി അനിൽകുമാർ, കമ്മിറ്റി അംഗങ്ങളായ TS ഗോപാലകൃഷ്ണൻ, AS രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് C മധു, N രാമചന്ദ്രൻ, AV അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ഇത്രയും ആളുകൾ ഇവിടെ വരികയും പ്രായമായ ആളുകളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, എല്ലാവരും നായർ സർവീസ് സൊസൈറ്റിയുടെ ആ ശബ്ദം, അതിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേർന്നതിൽ ചേർത്തലക്ക് NSSനുള്ള കൃതജ്ഞതയും ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. കാരണം ഏത് കാര്യങ്ങളും ഭംഗിയായി കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലുള്ള ഒരു കൂട്ടായ്മ അനിവാര്യമാണ്. ഇപ്പൊ ചേർത്തല താലൂക്കില് MSSന്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. കേരളത്തിലെ ഏത് യൂണിയനേക്കാളും കൂടുതലായി അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിന് മോഹൻ സാറിന്റെ പ്രവർത്തനങ്ങളും അതുപോലെ യൂണിയൻ സെക്രട്ടറിയുടെ കോർഡിനേഷനും ഒക്കെ അത് സമയാസമയങ്ങളിൽ ഉള്ളത് കൊണ്ടാണ് ഇത് ഭംഗിയായി കൊണ്ടുപോകാൻ കഴിയുന്നത്. അതുപോലെ കരയോഗത്തിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും അവരുമൊക്കെ അതിലൊരു ജാഗ്രത പുലർത്തുന്നുണ്ട്. അതോടൊപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിക്കുന്നതുമാതിരി ഈ നായർ സമുദായങ്ങളിലെ ഒരു വ്യവസായ താല്പര്യം അത്ര ശക്തിയായിട്ട് എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ മുൻപും പറഞ്ഞതുപോലെ ഏത് കാര്യവും തുടങ്ങുന്നതിലല്ല, അത് ഭംഗിയായ രീതിയിൽ കൊണ്ടുപോവുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്ന പല സ്ഥലങ്ങളും കാണാം. കടകൾ തുടങ്ങുന്നു, അതുപോലെ തന്നെ പല ബിസിനസ്സുകൾ നടത്തുന്നു. ഇത് എല്ലാം ഈസിയല്ല. ഈസി ആയിരുന്നെങ്കിൽ എല്ലാവരും വലിയ വ്യവസായികളായാലേ. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും ഒക്കെ നടത്തുമ്പോഴാണ് അത് വിജയിക്കാൻ കഴിയുന്നത്.